ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം. ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലും വേലിയേറ്റം മൂലം കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വേലിയേറ്റം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത്. ലൈറ്റ് ഹൌസ് പരിസരത്തെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുങ്ങി. സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി. കരയിൽ കയറ്റിവച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. വെള്ളം മെയിൻ റോഡിനോടടുത്തുവരെ എത്തി. സമീപത്തെ മീൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കടകളിലേക്ക് വെള്ളം കയറി. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കട ഉടമ കരിമ്പൻ ഷാജി പറഞ്ഞു. ഇവിടുന്ന് കട തുറക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണ് നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും നിങ്ങൾ ചതിച്ചെന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതെല്ലാ കൊല്ലം വെള്ളം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടാപ്പ് ലൈറ്റ് പരിസരത്തിന് സമീപത്തെ കൾവേർട്ട് റോഡ് വഴി കിഴക്ക് വശത്തെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചുകയറി. ചില വീടുകളിൽ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം ബ്ലാങ്ങാട് ബീച്ചിലെ വ്യാപാരികൾ ആശങ്കയിലാണ്. TCV ന്യൂസ്, ചാവക്കാട്.